ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അയൺ ഫാം ഉണ്ടാക്കി. ഈ എപ്പിസോഡിൽ ഇനി ഇവിടെ ഒരു റൂം വഴി സെറ്റ് ചെയ്തെടുക്കണം. അതേമാതിരി ഒരു പാലം ഉണ്ടാക്കി ഇങ്ങോട്ട് വഴി റെഡിയാക്കി വെക്കണം. ഈ റൂം സെറ്റ് ചെയ്തു. നമ്മൾ ഓഫ് ക്യാമറ റൂം സെറ്റ് ചെയ്തു. ഇതാണ് റൂമിൻ്റെ ഔട്ട്. ജസ്റ്റ് ഒന്ന് എല്ലാം കാണിച്ചു തരാം. നമുക്ക് ഇത്രയും അയൺ കിട്ടി. 50-ന് ഇത്രയും സമയം നമ്മൾ വിഡ് ചെയ്തപ്പോൾ ഇത്രയും അയൺ കിട്ടി. ഇനി നമ്മൾ അയണിന് ക്ഷാമം ഉണ്ടാവില്ല. അയൺ നമുക്ക് ഇങ്ങനെ കിട്ടി കൊടുക്കും. കുറച്ച് അയൺ എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ കുറച്ച് ലാൻഡേണൊക്കെ സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് അയണൊക്കെ എടുക്കാം. ഒന്ന് ഫുള്ള് ചുറ്റി കണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ ബട്ടണൊക്കെ വെച്ച് അയൺ ഡോറ വെച്ചത്. കുറച്ച് അയൺ എടുത്തോളും. ഇനി നമുക്ക് ലാൻഡേൺ ഉണ്ടാക്കാം. ഒരു 2 ലാൻഡേൺ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ വെക്കാം. അതേമാതിരി ഇവിടെ തൂക്കിയിടാം. നമുക്ക് ചെയിന് ക്രാഫ്റ്റ് ചെയ്യാം. അങ്ങനെ പോരാ, കുറച്ചുകൂടി വേണം. ചെയിനും ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയിൻ ഇവിടെ അങ്ങനെ മൂലൊക്കെ അങ്ങനെ തൂക്കിയിടുക. കറക്റ്റ് സെൻറ്ററിൽ നോക്കി ക്ലിക്ക് ചെയ്യണം. എന്തൊന്ന് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ ലാൻഡോൺ വെച്ചാൽ സെറ്റായി. 2 സൈഡ് സെറ്റ് ചെയ്തു. അപ്പോൾ അതങ്ങനെ തൂങ്ങി വന്നിട്ട് നമുക്ക് അത്യാവശ്യം വെളിച്ചം കിട്ടും. സൈഡിൽ മിസ് ഉണ്ടാവില്ല കാണാൻ. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടിട്ട് ഒരു ബോറുണ്ട്. നമുക്ക് ഈ ബട്ടൺ മാറ്റിയാണ് ഇവിടെ ട്രാപ്പ് ഡോർ വെക്കാം. ഞാൻ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് ഇവിടെ വെക്കാം. അത് ഇങ്ങനെ നേരെ വെച്ചാൽ ശരിയാവില്ല. ഈ ബ്ലോക്ക് പിടിച്ചാണ്, ഈ മേലത്തെ ബ്ലോക്ക് പിടിച്ചാണ്ട് അപ്പുറത്തേക്ക് നിന്നാലേ നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. ഇങ്ങോട്ട് തിരിഞ്ഞ് വെക്കണം, അല്ലേ കറക്റ്റായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. നമ്മളിവിടെ ഒരു ബ്ലോക്ക് തിരിച്ച് വെക്കാം. അത് ജസ്റ്റ് കയറിയാണ്. പിന്നെ ഇത് അടച്ചു അടച്ചാൽ ആ ബോറാണ് പോയി. എന്തെങ്കിലും ആവശ്യമെങ്കിലൊക്കെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരു പാലം സെറ്റ് ചെയ്യാം. ഇവിടെ നിന്നാണ്ട് നമുക്ക് കണ്ട് പാലം സെറ്റ് ചെയ്യണം. ഒരു ക്ലാസിക് ടൈപ്പ് പാലം. ഇവിടെ നിന്നിട്ട് നേരെ ഇങ്ങോട്ട് മുമ്പ് ഇവിടെ കുറച്ച് ബ്ലോക്ക് ഡയറക്റ്റ് വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ വലുതാക്കി എടുക്കാം. ഓവർ വേണ്ട, ജസ്റ്റ് ഒന്ന്. പിന്നെ അതൊന്ന് ഫുള്ളൊന്ന് വെച്ചാണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അത് ശരിയാക്കി ഇവിടെ ഒരു സ്പ്രൂസ് ലോക്ക് വെച്ചാണ്ട് സൈഡിൽ 3 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഇവിടെയും വെക്കാം. അങ്ങനെയല്ല, നേരെ വെക്കാം. അതാ പിന്നെയും വെച്ചതാണ് തന്നെ. ഒരു ആക്സ് കൂടി ഉണ്ടാക്കിയിട്ട് വരാം. അതുണ്ടാക്കി നമ്മൾ ഇനി പൊട്ടിച്ചുകൊണ്ട് നേരെ അവിടെ ഡയറക്റ്റ് തന്നെ ഇവിടെ നമുക്ക് പ്രശ്നമില്ല, അത് കാണൂല. ഒരു ഇതേമാതിരി സൈഡിലും വെക്കണം. ഇവിടെ ഒരു ബ്ലോക്ക് അതിൻ്റെ അടിയിലും വെക്കണം. നമുക്ക് വെക്കാം. 3 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ വെക്കണം. ഈ സൈഡിലും ഒരു 3 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഒന്നൊക്കെ അതേമാതിരി ആ സൈഡിൽ 3 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ 2 ബ്ലോക്ക് ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. കുഴപ്പമില്ലാതെ വേണ്ടി അവിടെ എല്ലാം തെറ്റി സൈഡിൽ ഞാൻ കുറച്ച് സ്ലാബ് ഉണ്ടാക്കി വന്നപ്പോൾ അയങ്കോളത് ആ ബ്ലോക്ക് സ്പോണായിട്ടുണ്ട്. നമുക്ക് ശരിയാക്കണം. നമുക്ക് അവിടെ ബട്ടൺ വെച്ചാൽ മതി. ഫുൾ ബ്ലോക്കിലെടുത്ത് നമുക്ക് റെഡിയാക്കുക. വിഷയങ്ങളെല്ലാം അതിങ്ങനെ നിരത്തി വെച്ചിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇങ്ങനെ ഫുള്ള് രീതിയിൽ ഇങ്ങനെ വെച്ച് പോകണം. ഫുള്ള് വെച്ചു. ഇവിടെ ബ്ലോക്ക് കമ്മിയുണ്ട്. പിന്നെ അത് ഫുള്ള് ഇങ്ങനെ സ്ലാബാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ കുറേ ഡെക്കറേഷൻ ചെയ്യാണ്ട്, ഇനിയും കുറേ ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെയുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു ബ്ലോക്ക് ഒന്നുകൂടി പൊന്തിച്ചാണ്ട് ഫെൻസും വെക്കണം. അതേമാതിരി ലാൻഡേണും കൂടി വെച്ചാൽ സംഗതി സെറ്റാവും. ഒരു ബ്ലോക്ക് കൂടി ഹൈറ്റ് കൂട്ടാം. ബ്ലോക്ക് കൂടി ഹൈറ്റ് കൂട്ടിയാൽ ഒരു രസം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. അതെ, ഒരു ബ്ലോക്ക് കൂടി ഹൈറ്റ് കൂട്ടണം.
എല്ലാതും ഒരു ബ്ലോക്ക് കൂടെ ആയിട്ട് വിട്ടിടാൻ നമുക്ക് എല്ലായിടത്തും ഈ വാൾ വെക്കാം കോബിൾ സ്റ്റോണിൻ്റെ. എന്നിട്ട് അതിൻ്റെ മേലെ ലാൻഡ് വെക്കണം. ഇത് എല്ലായിടത്തും വെച്ചാൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം എങ്ങനെയുണ്ട്? ഈ ഒരു ലാൻഡും കൂടി തന്നാൽ സെറ്റായി. ഫെൻസും വേണം കുറച്ച്. ചുറ്റിനും ഫെൻസ് വെച്ചുകൊണ്ട് ഞാൻ കുറച്ച് ഫെൻസ് ഉണ്ടാക്കിയാട്ടെ. ഫെൻസ് ഞാൻ ഫുള്ളും വെച്ചോ. ഈ ഒരു ലെവൽ വെച്ചുകൊണ്ട് നമുക്കൊരു ലാൻഡും കൂടി വെക്കണം. അപ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഉണ്ട്. ഈ ഒരു ലെവലിൽ ഞാൻ വെച്ചുകൊണ്ട് നമുക്ക് ലാൻഡും കൂടി വെക്കണം. എന്നാലും എന്തോ ഒരു കുറവില്ലേ? ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. നമുക്ക് ഇവിടെ ഒരു ഫെൻസ് വെച്ചാൽ ഇപ്പം റെഡി. അതന്നെ പ്രശ്നം. ഇവിടെയും അതേമാതിരി ഏറ്റവും കൂടി വെക്കേണ്ടി വരും. വെക്കുമ്പോൾ 4 വരുമ്പോൾ ഒരു കുറവാണ്. അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരാം. ഇവിടെ ഒന്ന് വെച്ചാൽ ഈ സൈഡിൽ നിന്ന് വെച്ചാൽ സംഗതി സെറ്റാണ്. ഈ സൈഡും കൂടി വെക്കാൻ ഈ സൈഡ് ഞാൻ വെച്ചിട്ടില്ല. നോക്കിയിട്ട് വെക്കാൻ വിചാരിച്ച് ഞാനതൊന്ന് ഫുള്ള് ഫിനിഷ് ആക്കിയിട്ട് ഇപ്പം ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കി ലാൻഡൊക്കെ വെച്ച് ഒരു അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുണ്ട് നോക്കിയാലേ. എന്തായാലും ഉദ്ദേശിച്ചിൻ്റെ ഒരു ക്ലാസിക് പാലം. വലിയ ഫാൻസി ഒന്നുമില്ല, അത് മതി. സംഗതി നല്ല രസമുണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരില്ല. ഒന്ന് പില്ലർ ചെയ്ത് നോക്കിയാൽ അതേമാതിരി ഇരിക്കും. എന്നുള്ളൊരു വ്യൂ. ഇത് ഈ പാത്ത് ഫുള്ള് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം. നമുക്ക് ആ ഒരു ഇതിലേക്ക് പോയി ടച്ച് ചെയ്യിപ്പിക്കണം. ഈ സൈഡിലും ഇവിടുത്തെ പാത്ത് ഇങ്ങോട്ടും കൂടി കണക്ട് ആക്കിയാൽ സംഗതി സെറ്റാവും. സ്പാം ചെയ്ത് അപ്പുറത്തെ സൈഡും ചെയ്യാം അതേമാതിരി. അതിൻ്റെ വാതിൽ വരെ അങ്ങനെ ഫുള്ളുണ്ടെങ്കിൽ സ്പാം ചെയ്ത് ഓക്കെ അല്ലേ? അപ്പം അതങ്ങനെ നടന്നങ്ങനെ കഴിക്കണം. പിന്നെ നമുക്കിവിടെ മൈനിങ് സെറ്റ് ചെയ്യാം. ഈ ഒരു ഐലൻഡിൽ ഇവിടുത്തെ മരമൊക്കെ മുറിച്ച് മാറ്റി അയൺ ഫാമിൻ്റെ ബാക്കിലുള്ള ഒരു ഐലൻഡിലാണ്. ഈ ലീഫൊക്കെ പോകാണ്ട് ലീഫൊക്കെ പോയിക്കോളും. ഈ ഒരു ഇതിൻ്റെ സെൻട്രലായിട്ട് കുഴിക്കണം. സെൻട്രലൊക്കെ വരുമ്പോൾ കറക്റ്റ് ഈ സൈഡിലായിരിക്കും. ഒരു 3 ബ്ലോക്ക് 4 ബ്ലോക്ക് ഇതിന് ശേഷം അടിക്ക് ഇങ്ങനെ പോകണം. 3 ബ്ലോക്ക് ഗ്യാപ്പിൽ ഇങ്ങനെ അടിക്ക് പോകാം. സെൻട്രല്ലേ? കറക്റ്റ് സെൻട്രാണ് ആണെങ്കിൽ ഒന്നുകൂടി മുമ്പ് കയറ്റാം. ഇവിടെ വെച്ചുകൊണ്ട് മുമ്പത്തെ ഒരു ബ്ലോക്ക് കൂടി എടുക്കാം. ഈ സ്റ്റെയർ കേസ് വരെ കുഴിച്ചൊക്കെ പോകണം. കറങ്ങി നോക്കുമ്പോൾ ആ സൈഡും കൂടി ഒന്നുകൂടി ഇങ്ങോട്ട് നീക്കാം. നല്ല സെൻറ്ററുള്ളൂ. ഇവിടുത്തെ ബ്ലോക്ക് കൂടി എടുക്കാം. പിന്നെ ഈ അടിയിൽ മുകളിൽ സ്റ്റെയർ കേസ് വരെ കുഴിച്ച് വിടാം. പിന്നെ ഒരു ബെഡ്റോക്ക് ലെവൽ വരെ എത്തിയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ബെഡ്റോക്ക് വരെ പോകണം. അങ്ങനെ നമുക്ക് മൈനിങ് ഡയമണ്ടൊക്കെ കിട്ടുള്ളൂ. ഞാൻ ബെഡ്റോക്ക് ലെവലിൽ പോയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഈ ലെവല് 14 എത്തിയപ്പോഴത്തേന് ഫുള്ള് വെള്ളമാണ്. ഇപ്പം എന്താ ചെയ്യാൻ? ഇത്രയും കുഴിച്ച് പോകുന്നു. ഞാൻ നോക്കട്ടെ. ബ്ലോക്ക് വെച്ച് ഫുള്ള് തോർക്കാൻ പറ്റുമോ നോക്കണം. അത്യാവശ്യം ഉണ്ട്, കുറേ നല്ല ആയുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാമെങ്കിൽ ഇറങ്ങിയാണ്ട്. അത് അത്രയും ആയത്തിലാണ് സാധനം. ഫുള്ള് വെള്ളമാണ്. ഞാനത് ബ്ലോക്കൊക്കെ വെച്ച് ഫുള്ള് അടക്കാൻ നോക്കട്ടെ. ഞങ്ങൾ എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഒരു നേരത്തെ കഷ്ടപ്പാടാണ് ഇതാണ്. ഇത്ര നേരം പിടിച്ച് വെച്ചെടുക്കുക. അതുകൊണ്ട് ആ അടി മുതൽ ഈ ആൻ്റെ സൈറ്റ് വരെ, ഈ ആൻ്റെ സൈറ്റ് കണ്ട് ഈ ആൻ്റെ സൈറ്റ് തുടങ്ങുന്ന വരെ മുതൽ അതുവരെ ഞാൻ ബ്ലോക്ക് വെച്ച് പൊളിച്ചെടുത്തു. കുറച്ച് കഷ്ടപ്പെട്ടു. എന്നാലും കുഴപ്പമില്ല, റെഡിയായി. ഇനി ബാക്കി ഞാൻ കണ്ടിന്യൂ ചെയ്ത് അടിക്ക് പോട്ടെ. ബെഡ്റൂമൊക്കെ എത്തി ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം.
പിക്കേക്സും പൊട്ടി. അത് പല ക്രാഫ്റ്റ് ചെയ്യാം. അതാ ബെഡ്റൂമിൽ എത്തിയാണ് ഞാൻ അടിയിലെത്തി. പൊട്ടിയപ്പോൾ പിക്കേക്സ് പൊട്ടാൻ വരെ കാത്തുനിന്നാണ്. അതാ ടോർച്ചൊക്കെ കഴിഞ്ഞ് ലാൻഡേണൊക്കെ വെച്ചത് നമ്മുടെ ഉള്ള ലാൻഡേണ്. അപ്പോൾ അതാ ബെഡ്റോക്ക് ലെവൽ വരെ എത്തി. ബെഡ്റോക്ക് ഗോൾഡ് സാധനം നോക്കാനുള്ള സ്പേസ് ഇല്ല, ഇൻവെൻറ്ററി ഫുള്ളായിക്കണം. ബെഡ്റോക്ക് എത്താം. ഞാനിതങ്ങനെ ഇത്രയും കുഴിച്ചു നീളത്തിൽ, ബാക്കി നമുക്ക് നീളത്തിൽ കുഴിച്ചണം. വൈ ലെവൽ 58 വരെ ഇങ്ങനെ പോയാൽ മതി. -58 ഡയമണ്ട് മൈനിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ലെവൽ അതാണ്. അതിൻ്റെ ഇൻവെൻറ്ററി ഫുള്ളാണ്. പിന്നെ ഇതൊക്കെ പോയിക്കാണ്ട് പൈസ കൊണ്ടുപോയി തട്ടിക്കാണ്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇൻവെൻറ്ററി സ്ഥലമായിട്ട് ഒരു സ്റ്റാക്ക് ഇതിൽ വെച്ചേക്കാണ്, ഫർണസിൽ വെറുതെ വെച്ചാണ്. ഒരു സ്റ്റാക്ക് അങ്ങനെ ഒഴിഞ്ഞിട്ടല്ലോ. ഞാൻ ഈ ബ്ലോക്കൊക്കെ ഒന്ന് ജസ്റ്റ് കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡ് നമുക്ക് ഈ മൈനിങ് ഏരിയ ഫുള്ള് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഞാനൊരു സംഗതി മറന്നു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞു സ്പോണർ കാണിച്ചതാണ്. അപ്പോൾ ഞാൻ അതും കൂടി കാണിച്ചു തന്നിട്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ബ്ലോഗൊക്കെ കൊണ്ടുപോയി നിർത്തിച്ചു. ഇനി നമുക്ക് നേരെ പോവാം. ഞാൻ ആ കേവിലെത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ അതാ ഈ കേവിലെത്തി. കേവിലിങ്ങനെ അടിക്ക് പോയാൽ ഡീപ് സ്ലേറ്റ് ലെവൽ വരെ പോകേണ്ടി കേവ്. ഇവിടെ ചാടാനൊക്കെ സുഖമാണ്. ഇവിടെ വെള്ളം ഉണ്ടായതുകൊണ്ട് നേരെ ചാടി കൊടുത്താൽ മതി, പൂച്ചിട്ടെത്തും. അങ്ങനെയാണ് പോയിട്ട് നേരെ ഞാണ്ട് പോയാൽ മതി. ലെസ്കേവ് കണ്ടാണ്ട് ഞാണ്ട് പോയത്. ഇവിടെ നിന്ന് നിന്നപ്പോൾ കുബിൾസ്റ്റോൺ ഉണ്ടാവും, അവിടെ ഇങ്ങനെ ആയിട്ട് ഡയമണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടാണ് ഞാൻ നേരെ കണ്ട് പോയത്. അതാ വൈക്കൂടെയൊക്കെയാണ് പോയിൻ്റ്. ഇനിയിപ്പോൾ അടിക്ക് എടുത്ത് ചാടാന്നല്ലേ, നമ്മൾ പെട്ടെന്ന് എത്തും. നേരാണ് ചാടിയാൽ മതി. നേരെ എത്താം. അതാ എടാ ചാമ്പിടാ ബ്ലോക്ക് തട്ടിയത്. വെള്ളത്തിൽ ചാടിയത് ഞാൻ. അടുത്ത വരണം. ശുഭം നോക്കി ചാടണ്ടടാ. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഞാൻ അവിടെ എത്തി. വലിയ ചാടുക, ഒറ്റടി ചാടണ്ട. ഐറ്റംസ് ഒന്നും ഡീസ്പോൺ ആയിട്ടില്ല, ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. പിന്നെ വേഗം വന്നോണം. അപ്പം ഇനി ഫുള്ളെടുത്തട ആർമറൊക്കെ സെറ്റ് ചെയ്ത്, ഒരു ആർമർ മാത്രം, ബാക്കിയൊക്കെ പൊട്ടി പോയിക്കണം. നമുക്കിനി ഡയമണ്ട് ആക്കണം. ഡയമണ്ടൊക്കെ മാറണം. നമുക്ക് ട്രേഡ് ചെയ്താണ്ട് വരുന്ന എപ്പിസോഡിൽ നമുക്ക് ആ മൈനിങ് ഏരിയയും സെറ്റ് ആയതിനു ശേഷം മോബ് ഫാർം ഉണ്ടാക്കണം. മോബ് ഫാർമിൽ നമ്മൾ വില്ലേജർമാരെ കിട്ടുമല്ലോ, നമ്മൾ സോംബി വില്ലേജർമാർ, അവരെ ക്യൂർ ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്ത് കണ്ട് നമുക്ക് ചെസ്റ്റ് പ്ലേറ്റും ടൂൾസൊക്കെ സെറ്റ് ചെയ്യണം. അങ്ങനെ ട്രേഡ് ചെയ്യണം. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ലാഭം അതാണ്. സോംബി വില്ലേജർ ട്രേഡ് ചെയ്യുക, അതൊക്കെ നമുക്ക് ചെയ്യണം. ഞാൻ അതങ്ങനെ മൈൻഡ് ചെയ്ത് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് പോയപ്പോൾ ഇതായിരിക്കണം സ്പോണർ കണ്ട. ഞാൻ അപ്പോൾ തന്നെ കുറേ ടോർച്ച് ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചാണ്. അതൊക്കെ റെക്കോർഡ് ചെയ്ത് പോയതാണ്. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണേ. സ്പോണർ കണ്ടുപിടിച്ചു. ഇതൊക്കെ ഒരു ഫാർമാക്കണം. നമുക്ക് വരുന്ന എപ്പിസോഡിലൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. XP ഫാർമും ബോൺ ഫാർമൊക്കെ ഇതിൽ തന്നെ കിട്ടും. ഒരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ ബൈ.